ഇന്ത്യക്ക് പണി നൽകാനായിട്ട് പാകിസ്ഥാൻ അവരുടെ ഒരു തുറമുഖം അമേരിക്കയ്ക്ക് നൽകുന്നു. അപ്പോൾ അതെങ്ങനെയാണ് ഇന്ത്യക്ക് പണിയാവുന്നത്? ഒരു തുറമുഖം നൽകുന്നത് സാധനങ്ങൾ കയറ്റുമതി ഇറക്കുമതിയൊക്കെ ചെയ്യാനായിട്ട് കപ്പലെടുക്കാനൊക്കെയാണ്. പക്ഷേ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അറബിക്കടലിലെ ഏറ്റവും സെൻസിറ്റീവായ മേഖലയിൽ ഒരു തുറമുഖം കിട്ടിയാൽ അവിടെ ഒരു സൈനിക താവളമാക്കി മാറ്റാൻ കഴിയും. നിലവിൽ ഈ ഗ്വാദർ തുറമുഖം ഉൾപ്പെടുന്ന ബലൂജ് മേഖലയിലെ ഗ്വാദർ ജില്ലയിൽ തന്നെയാണ് പസ്നി എന്ന് പറയുന്ന ഒരു തുറമുഖമുള്ളത്. താരതമ്യേന ചെറിയൊരു പോർട്ടാണ്, പക്ഷേ പ്രകൃതിയാലുള്ളതാണ്, ആഴമേറിയതാണ്. ഈ തുറമുഖം വികസിപ്പിക്കാനായിട്ട് അമേരിക്കയുമായിട്ട് പാകിസ്ഥാൻ ഒരു കരാറിൽ ഏർപ്പെടുന്നു. ശരിക്കും പറഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ ഇനി ഇന്ത്യയുമായി ഒരു സംഘർഷം ഉണ്ടായാൽ പാകിസ്ഥാന് ആ സൈനിക താവളവും ഉപയോഗിക്കാമെന്ന കുടില ബുദ്ധിയാണ് ഇതിന് പിന്നിൽ. പക്ഷേ ഈ ബുദ്ധിയുമായിട്ട് മുന്നോട്ടിറങ്ങിയപ്പോൾ ആദ്യത്തെ അടി കിട്ടിയത് ചൈനയുടെ കയ്യിൽ നിന്നാണ്. കാരണം ചൈന ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിൻ്റെ ഭാഗമായിട്ട് ഗ്വാദർ എന്ന് പറയുന്ന ഒരു തുറമുഖം ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. അവിടെ കൃത്യമായിട്ട് ഓപ്പറേഷൻ നടത്താൻ ബലൂജികൾ അനുവദിക്കുന്നില്ല. അതിൻ്റെ തൊട്ടടുത്ത് ഏതാണ്ട് 100 കിലോമീറ്റർ ചുറ്റളവിലുള്ള മറ്റൊരു തുറമുഖം, അതിൻ്റെ പേര് പസ്നി എന്നാണ്. അപ്പം മത്സ്യബന്ധന തുറമുഖ നഗരമായ ഈ പസ്നിയെ ഒരു വലിയ പോർട്ടാക്കി ഡെവലപ്പ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾ, സൈനിക വ്യൂഹമൊക്കെ അവിടെ വന്ന് തമ്പടിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അപ്പോൾ ഇന്ത്യക്ക് ഒരു പണി കൊടുക്കാം. ഇന്ത്യയുമായിട്ടുള്ള അമേരിക്കൻ ബന്ധം വഷളാകുന്ന സ്ഥിതിക്ക് അമേരിക്കയ്ക്ക് ഇത് ഗുണം ചെയ്യുമെന്നാണ് പറയുന്നത്. പക്ഷേ ഇനി മറ്റു ചില കാര്യങ്ങൾ നമ്മൾ നോക്കണം. കാരണം അഫ്ഗാൻ, ഇറാൻ എന്നീ രാജ്യങ്ങളുടെ അതിർത്തിയിലാണ് ഈ പസ്നി എന്ന് പറയുന്ന തുറമുഖ നഗരമുള്ളത്. എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ഇറാനിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും ഏതാണ്ട് 100 കിലോമീറ്ററോളമാണ് ദൂരമുള്ളത്. ഇറാനിൽ തന്നെ ചാബഹാർ എന്ന് പറയുന്ന തുറമുഖം ഇപ്പോൾ നിയന്ത്രിക്കുന്നത് ഇന്ത്യയാണ്. വൻതോതിൽ നിക്ഷേപം നടത്തുന്നുണ്ട്. ഈ തുറമുഖം ചൈനയ്ക്ക് പണ്ട് കിട്ടാത്തതിൻ്റെ ഒരു നിരാശ അവർക്കുണ്ട്. പക്ഷേ ഗ്വാദർ ഉള്ളതുകൊണ്ട് അവർ അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയായിരുന്നു. ഇതിനിടയിലാണ് അമേരിക്ക ഇവിടെ പസ്നി എന്ന് പറയുന്ന മറ്റൊരു തുറമുഖം ഏറ്റെടുക്കാനായിട്ട് വരുന്നത്. $500 മില്യൺ പദ്ധതി എന്ന് പറഞ്ഞാൽ പൈസയൊന്നുമില്ലാത്ത പാകിസ്ഥാൻ എവിടുന്ന് നിക്ഷേപം നടത്താൻ? അപ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് അമേരിക്കയാണ്. അവർ പറയുന്നത് ചെമ്പ്, ആൻറ്റിമണി ഉൾപ്പെടെയുള്ള ധാതുക്കൾ ഞങ്ങൾ പാകിസ്ഥാനിൽ നിന്ന് ഖനനം ചെയ്തു, അത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഈ പസ്നി തുറമുഖം ഓപ്പറേറ്റ് ചെയ്യാൻ പോകുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ബലൂചിസ്ഥാനിലെ ഗ്വാദർ ജില്ലയിൽ തന്നെ 2 തുറമുഖം, അതിലൊന്ന് ചൈന, മറ്റൊന്ന് അമേരിക്ക ഓപ്പറേറ്റ് ചെയ്യുന്നു. അപ്പോൾ 2 രാജ്യങ്ങളുമായിട്ട് ഒരു വളുവളുത്ത ബന്ധം സൃഷ്ടിക്കാനായിട്ട് പാകിസ്ഥാൻ ശ്രമിക്കുന്നു. പക്ഷേ ചൈന അതിനോട് യോജിക്കുന്നില്ല. മാത്രമല്ല ഇതിലൂടെ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള സൈനിക ബന്ധം കൂടുതൽ ദൃഢമാക്കാനായിട്ട് തീരുമാനിക്കുന്നു, സഹകരണം മെച്ചപ്പെടുത്താനായിട്ട് തീരുമാനിക്കുന്നു. എന്നിട്ട് പറയുന്നു ഇത്തരത്തിലൊരു നീക്കം നടത്തിയാൽ പാകിസ്ഥാന് കൃത്യമായ തിരിച്ചടി കിട്ടും. ഇവിടെ സംഭവിച്ചത് എന്താ? പാകിസ്ഥാൻ്റെ സൈനിക മേധാവിയായ അസിം മുനീറും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ ക്രിപ്റ്റോ കറൻസിയുമായി ബന്ധപ്പെട്ട വലിയൊരു ബിസിനസ് നടത്തുന്നുണ്ട്. ഇതിൻ്റെ പ്രത്യുപകാരമായിട്ട് അമേരിക്കയ്ക്ക് ഒരു സൈനിക താവളം നൽകുന്നു. ഈ സൈനിക താവളം ഇന്നല്ലെങ്കിൽ നാളെ ഇന്ത്യക്കെതിരെ ഉപയോഗിക്കാമെന്ന് പാകിസ്ഥാനും കണക്ക് കൂട്ടുന്നു. ഇതാണ് ഇപ്പോഴത്തെ ഒരു നീക്കത്തിന് പിന്നിൽ. ശരിക്കും പറഞ്ഞാൽ ഈ ധാതുക്കൾ, ഈ ആൻറ്റിമണി പോലെയുള്ള ധാതുക്കൾ മിസൈൽ നിർമ്മാണത്തിന്, വാഹന നിർമ്മാണത്തിന്, ആയുധ നിർമ്മാണത്തിനൊക്കെ വളരെ അത്യന്താപേക്ഷിതമാണ്. പക്ഷേ ചൈന ഇപ്പോൾ ഇത് അമേരിക്കയിലേക്കുള്ള ഇറക്കുമതി നിർത്തിവെച്ചു. അതുകൊണ്ടാണ് ഈ ഗ്വാദർ ഉൾപ്പെടുന്ന ബലൂജ് മേഖലയിൽ ഖനനം നടത്താനായിട്ട് ബാരിറ്റ് മൈനിങ് എന്ന് പറയുന്ന കനേഡിയൻ കമ്പനിയുമായിട്ട് അമേരിക്ക ചില നീക്കുപോക്കുകൾ നടത്തുന്നത്. അവർ ഖനനം അവിടെ ആരംഭിച്ചു. പക്ഷേ ഈ ഖനനം നടത്തുന്ന സാധനങ്ങൾ കൊണ്ടുപോകണമല്ലോ. അപ്പോഴാണ് പാകിസ്ഥാനിൽ പുതിയ ഒരു റെയിൽവേ പ്രോജക്റ്റ് ആരംഭിക്കുന്ന വിവരം പുറത്തു വരുന്നത്. എന്ന് വെച്ചാൽ പാകിസ്ഥാനിലെ ഉൾപ്രദേശങ്ങളിൽ നിന്ന് ഖനനം ചെയ്യുന്ന ധാതുക്കൾ ട്രെയിനിൽ ഈ പസ്നി തുറമുഖത്തേക്ക് എത്തിക്കുന്നു. അവിടെ നിന്ന് അമേരിക്കയിലേക്ക് കൊണ്ടുപോകാം. ഇതുമായി ബന്ധപ്പെട്ട് ലാഹോറിൽ, കറാച്ചിയിൽ ഒക്കെ തന്നെ ചില ചർച്ചകൾ നടത്തി. അതായത് സൈനിക വിഭാഗമല്ലാത്ത ഈ ഒരു വിഭാഗമാണ് സ്ട്രാറ്റജിക് മെറ്റൽസ് കമ്പനി, അമേരിക്കയിലെ. ഇവരാണ് ഈ ചർച്ച നടത്തുന്നത് മുഴുവൻ. 2 പാകിസ്ഥാൻ കമ്പനികളുമായിട്ട് ഈ അസിം മുനീറിൻ്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധരാണ് ചർച്ച നടത്തിയത്. അപ്പോൾ ഈ കനേഡിയൻ കമ്പനി അമേരിക്കയുമായി ചേർന്ന് നിക്ഷേപം നടത്തിയതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ 2 ടണ്ണോളം ധാതുക്കൾ നിലവിൽ അവിടെ നിന്ന് കയറ്റി അയച്ചു. അപ്പം ലക്ഷ്യം ഏതാണ്ട് വളരെ കൃത്യമാണ്. ഇവിടെ ചൈനയുടെ തന്ത്രപ്രധാനമായ ഒരു തുറമുഖമാണ് ഗ്വാദർ എന്ന് പറയുന്നത്. കാരണം റോഡ് ആൻഡ് ബെൽറ്റ് ഇനിഷ്യേറ്റീവിൻ്റെ ഭാഗമായിട്ട് ഈ തുറമുഖം വഴിയാണ് അറബ് രാജ്യങ്ങളിൽ നിന്ന് ചൈന എണ്ണ വാങ്ങുന്നത്, കൊണ്ടുപോകുന്നതൊക്കെ ചെയ്യുന്നത്. മാത്രമല്ല ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കുള്ള അവരുടെ ഒരു പാത കൂടിയാണ് ഈ തുറമുഖം. അതിന് തൊട്ടടുത്താണ് അമേരിക്ക ഒരു സൈനിക താവളം ഒരുക്കാനായിട്ട് പോകുന്നത്. അതവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല.
ഇവിടെ POK മേഖലയിൽ വലിയ സംഘർഷാവസ്ഥ നിലനിൽക്കുന്നു. അതായത് അവിടെ പാകിസ്ഥാൻ ആർമിക്ക് പോലീസിനൊന്നും കടന്നു കയറാൻ പറ്റുന്നില്ല. അതുകൊണ്ട് POKയിലെ പ്രശ്നം പരിഹരിക്കാൻ പറ്റാതെ നിൽക്കുന്ന അവർ അവിടേക്ക് ഇന്ത്യയെ ചൊറിയാനായിട്ട് പുതിയ പദ്ധതിയുമായിട്ട് വരുന്നു. കാരണം പൈസയൊന്നും നിക്ഷേപിക്കാനില്ലെങ്കിലും അമേരിക്കയ്ക്ക് ഈ തുറമുഖം കൊടുത്താൽ അവർ അതൊരു സൈനിക താവളമായി ഡെവലപ്പ് ചെയ്യും, ഭാവിയിൽ പാകിസ്ഥാനും ഉപയോഗപ്പെടുത്താം. ഇതാണ് തന്ത്രം. സാധാരണ നമ്മുടെ രാജ്യത്തിൻ്റെ വിദേശ നയങ്ങളിലൊന്നും തന്നെ RSS മേധാവികൾ ആരും അഭിപ്രായം പറയാറില്ല. എന്നാൽ ഇപ്പോൾ മോഹൻ ഭഗവത് എന്ന് പറയുന്ന RSSൻ്റെ മേധാവി ഒരു അഭിപ്രായം പറഞ്ഞിരിക്കുന്നു. അതായത് ഇന്ത്യ എന്ന് പറയുന്നത് വിവിധ ഭാഷ സംസ്കാരമൊക്കെ പേർന്ന ഒരു കൂട്ടം ആളുകൾ ഒന്നിച്ച് താമസിക്കുന്ന ഒരു വീടാണ്, ഒരു കുടുംബമാണ്. ഈ കുടുംബത്തിൽ ഒരു മുറി, അതായത് ഞാൻ ഉപയോഗിക്കുന്ന ഒരു മുറി, എൻ്റെ മേശ, കസേര, ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അവിടേക്ക് ചില അപരിചിതർ കടന്നു കയറുന്നു. ആരാണെന്നോ എന്താണെന്നോ അറിയാത്ത അപരിചിതർ നമ്മുടെ വീട്ടിലെ ഒരു മുറിക്കുള്ളിൽ കടന്നു കയറിയാൽ അവരെ പുറത്താക്കുക തന്നെ വേണം. പറയുന്നതിൻ്റെ അർത്ഥം പാക് ഒക്കുപ്പൈഡ് കശ്മീർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭാഗമാണെന്നും ഇന്ത്യ എന്ന കുടുംബത്തിലെ ഒരു മുറിയാണതെന്നുമാണ് പരോക്ഷമായി സൂചിപ്പിക്കുന്നത്. അപ്പോൾ അവിടെ കടന്നു കയറിയ ഭീകരവാദ തീവ്രവാദ സംഘടനകളെ പൂർണ്ണമായിട്ടും ഉന്മൂലനം ചെയ്യണമെന്ന് ഇന്ത്യ സർക്കാരിനോട് മോഹൻ ഭഗവത് തന്നെ ആവശ്യപ്പെടുന്നു എന്നാണ് ഇതിനെ വ്യാഖ്യാനിക്കുന്നത്. ഇതെല്ലാം കൂടെ മുന്നിൽ കണ്ടാണ് പാകിസ്ഥാൻ ഇപ്പോൾ ഈ തുറമുഖ പദ്ധതിയുമായിട്ട് വരുന്നത്. കാരണം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ആൻറ്റിമണി, ചെമ്പ് കോൺസെൻട്രേറ്റ്, നിയോഡൈമിയം, പ്രിസിയോഡൈമിയം എന്നിവയുടെയൊക്കെ വലിയ ശേഖരം ഈ ബലൂജ് മേഖലയിലുണ്ട്. ഇവയൊക്കെ തന്നെ അമേരിക്കയ്ക്ക് നൽകാൻ അവർ തയ്യാറുമാണ്. അതിന് പ്രത്യുപകാരം എന്ന നിലയിൽ ഈ പറയുന്ന പ്രകൃതിയാലുള്ള പസ്നി തുറമുഖം വികസിപ്പിക്കണം. മാത്രമല്ല അമേരിക്കയെ സംബന്ധിച്ച് ഇറാനെ അടിക്കാൻ സമീപത്തൊരു തുറമുഖം വേണം. അതിന് ഏറ്റവും അടുത്ത 100 കിലോമീറ്റർ ഉള്ളൂ ഈ പസ്നിയും ഈ ഗ്വാദറും തമ്മിലുള്ള ചാബഹാറും തമ്മിലുള്ള ദൂരം. ചാബഹാർ തുറമുഖം ഇന്ത്യയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നതെങ്കിൽ പോലും ഇന്ത്യക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ ടാക്സ് വർധനവൊക്കെ തന്നെ ഇറാന് മേൽ അമേരിക്ക അടിച്ചേൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു നീക്കവും അമേരിക്കയ്ക്ക് പിന്നിലുണ്ട്. ഇതിൻ്റെ കാരണം ഈ ജനിതകമാറ്റം വരുത്തിയ കാർഷിക ഉൽപ്പന്നങ്ങളൊക്കെ ഇന്ത്യ വാങ്ങണമെന്ന് പറഞ്ഞ് വലിയ നിർബന്ധമാണ് അമേരിക്ക നടത്തുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള ചോളമൊന്നും വാങ്ങാൻ നമുക്ക് താല്പര്യമില്ലെന്നും ആവശ്യത്തിന് ഉൽപ്പാദനം ഇന്ത്യയിൽ നടക്കുന്നെന്നുമുള്ള നിലപാട് നമ്മളെടുത്തു. മാത്രമല്ല US-ൻ്റെ താല്പര്യം മാത്രം സംരക്ഷിക്കാൻ കഴിയുന്ന ഒരു രാജ്യമല്ല ഇന്ത്യ. ഒരുപാട് രാജ്യങ്ങൾ അങ്ങനെ മുട്ടുവളച്ച് നിൽക്കുന്നുണ്ടാകും. ഇന്ത്യ അങ്ങനെയല്ല, നിലപാട് വ്യക്തമാക്കി. ഇനി ഏതെങ്കിലും തരത്തിൽ ആവശ്യമുണ്ടെങ്കിൽ അമേരിക്ക മുൻകൈ എടുത്ത് ചർച്ചയ്ക്ക് വാ, അപ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ച നടത്താം. നമ്മുടെ വിദേശകാര്യമന്ത്രി നയം വ്യക്തമാക്കി. അപ്പം S ജയശങ്കറിൻ്റെ ഈ നിലപാട് കൂടി വന്നതോടെ അമേരിക്ക വല്ലാതെ പ്രകോപിതരായി. അതുകൊണ്ടാണ് 2 തവണ ട്രംപ് ഈ അസിം മുനീറിനെയും അതുപോലെ തന്നെ ഷഹബാസ് ഷെരീഫിനെയും ഒക്കെ വൈറ്റ് ഹൗസിൽ വിളിച്ച് വിരുന്ന് നൽകിയത്. അതിന് പ്രത്യുപകാരം എന്ന നിലയിൽ ഒരു തുറമുഖം നൽകുന്നു. ഈ തുറമുഖത്തിന് വേണ്ടിയിട്ട് $120 കോടി അമേരിക്ക ചെലവാക്കാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ 10,650 കോടി രൂപ ചെലവാക്കും. ഇത്രയും രൂപ മുടക്കിക്കഴിഞ്ഞാൽ ഈ റെയിൽ പ്രോജക്റ്റ് നേരെ ഈ പസ്നി തുറമുഖവുമായിട്ട് കണക്ട് ചെയ്യും. അങ്ങനെ ഇവർക്ക് സാധനങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും അമേരിക്കയിലേക്ക് കൊണ്ടുപോകാം. ഇതാണ് പറയുന്നത്. അപ്പം ഈ പ്രശ്നം ട്രംപ് വലിയ ചർച്ചാ വിഷയമൊക്കെ ആക്കി മാറ്റുമോ എന്നുള്ളൊരു സംശയം നിലനിൽക്കുമ്പോഴാണ് ചൈന കയറി ഇടപെട്ടിട്ട് പറഞ്ഞത് ഇങ്ങനെ ഒരു നീക്കത്തിന് ഞങ്ങൾ അംഗീകരിക്കില്ല. മറ്റ് രാജ്യങ്ങളിലെ സാമ്പത്തിക നിക്ഷേപവും തന്ത്രപരമായ പങ്കാളിത്തവും ഒക്കെ സ്വീകരിക്കാൻ വേണ്ടി പാകിസ്ഥാൻ എല്ലായ്പ്പോഴും തുറമുഖങ്ങൾ വെച്ച് കളിക്കാറുണ്ട്. ഈ കളി ഞങ്ങളോട് വേണ്ട എന്ന് ചൈന പറയുന്നു. ഇത് വല്ലാതെ പാകിസ്ഥാൻ ഭരണകൂടത്തെ അലോസരപ്പെടുത്തി. എന്നിട്ട് പറഞ്ഞു ബീജിങ്ങിനെ അസ്വസ്ഥമാക്കുന്ന ഒരു പ്രവൃത്തിയും ഞങ്ങൾ ചെയ്യുന്നില്ല. മാത്രമല്ല ബീജിംഗ് എന്ന് പറയുന്ന മേഖലയാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. ഇപ്പോഴുണ്ടാകുന്നതെല്ലാം ഊഹാപോഹങ്ങൾ മാത്രമാണ്. അപ്പോൾ ഖാദറിനടുത്തുള്ള ഒരു തുറമുഖവും മറ്റൊരു രാജ്യത്തിനും നൽകുന്നില്ല എന്ന് പാകിസ്ഥാന് പ്രഖ്യാപിക്കേണ്ടി വരുന്നു. അപ്പോൾ ട്രംപ് ഇതിന് ഏത് രീതിയിൽ മറുപടി പറയുമെന്നുള്ളത് കാത്തിരുന്ന് കാരണം അമേരിക്കയുടെ ഈ സ്ട്രാറ്റജിക് മെറ്റൽസ് എന്ന് പറയുന്ന കമ്പനിയുമായിട്ട് വലിയ കരാറിൽ പാകിസ്ഥാനിലെ 2 കമ്പനികൾ ഏർപ്പെട്ട് കഴിഞ്ഞു. 2 ലോഡ് ധാതുക്കൾ അവിടെ നിന്ന് കയറ്റി അയച്ചു. ഏതാണ്ട് $120 കോടി നിക്ഷേപം നടത്താൻ പോകുന്നു. അപ്പോൾ വീണ്ടും ഇവരുമായിട്ട് ബന്ധമില്ലെന്ന് പറയാൻ പറ്റുമോ? ശരിക്കും പറഞ്ഞാൽ ഇന്ത്യക്കുള്ള ഒരു അടി എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു അടി കൊടുക്കാനുള്ള അവസരം എന്ന നിലയിലാണ് ഈ പസ്നി തുറമുഖം അമേരിക്കയ്ക്ക് നൽകിയത്. അമേരിക്ക അവിടെ നിന്ന് കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്ത് മുന്നോട്ട് പോവുകയായിരുന്നു. അതിനിടയിലാണ് ചൈന മുന്നോട്ട് വന്നു പറഞ്ഞത് ഒരു കാരണവശാലും ഈ നീക്കം ഞങ്ങൾ അംഗീകരിക്കില്ല.
അപ്പോൾ അറബിക്കടലിൽ തന്ത്രപ്രധാനമായ ഒരു മേഖലയിൽ അമേരിക്ക ഒരു താവളം നേടാനായിട്ട് കുറേ കാലമായി ആഗ്രഹിക്കുന്നു. അതാണ് പാകിസ്ഥാൻ വെള്ളിത്തെളിയിൽ എന്ന വണ്ണം വെച്ച് നീട്ടിയിരിക്കുന്നത്. പക്ഷേ ഇന്ത്യയും ചൈനയും ശക്തമായ എതിർപ്പ് പ്രകടിപ്പിക്കുന്നു. ഇറാനും അംഗീകരിക്കുന്നില്ല. എന്തിന്? തൊട്ടടുത്ത അയൽരാജ്യമായ അഫ്ഗാൻ പോലും ഇന്ത്യക്കൊപ്പം നിൽക്കും. അതായത് ഇന്ത്യ പറഞ്ഞാൽ എന്തും ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു താലിബാൻ ഭരണകൂടം പാകിസ്ഥാന് മുന്നിൽ ഭീഷണിയുമായിട്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ പസ്നി പോർട്ടിൻ്റെ ഡെവലപ്മെൻറ്റുമായിട്ടുള്ള നീക്കത്തിൽ നിന്ന് അവർക്ക് പിൻവാങ്ങേണ്ടി വരും. മാത്രമല്ല അമേരിക്ക ഈ കരാറിൽ ഏർപ്പെട്ട് പൈസ മുടക്കി തുടങ്ങിയതുകൊണ്ട് തന്നെ അമേരിക്ക ഇതിൽ നിന്ന് പിൻവാങ്ങുമോ എന്നുള്ള കാര്യം കണ്ടറിയേണ്ടതാണ്. ചുരുക്കം പറഞ്ഞാൽ പാകിസ്ഥാൻ ഒരു വലിയ ആശങ്കയിൽ അല്ലെങ്കിൽ ഒരു നടുക്കടലിൽ അകപ്പെട്ട അവസ്ഥയാണ്. അമേരിക്കയെ കൊള്ളാനും വയ്യ, ചൈനയെ തള്ളാനും വയ്യാത്തൊരവസ്ഥ. എന്തായാലും ഇന്ത്യക്ക് പണിയാൻ പാകിസ്ഥാൻ ഇറങ്ങി. അവസാനം അവർക്ക് തന്നെ തിരിച്ചടി കിട്ടിയെന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം.